ഈ ഒരു വീട്ടിലേക്ക് ഇത്രത്തോളം ലൈറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളത് രസകരമായ ഒരു ആൻസർ ഉണ്ട്. ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ഹോം ടൂറാണ് കേട്ടോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബറും അതുപോലെ സുഹൃത്തുമായിട്ടുള്ള സജിത് ബ്രോയുടെ വീടാണ്. ഏകദേശം 1300 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി ഇൻറ്റീരിയർ അടക്കം 34 ലക്ഷം രൂപയ്ക്ക് പൂർത്തീകരിച്ച മനോഹരമായ ഒരു വീട്. നമ്മൾ സാധാരണ ഒത്തിരി വീടുകൾ കാണാറുണ്ട്. അപ്പം ഈ ഹോം ടൂറൊക്കെ കാണിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല വീടുകൾക്കുള്ള ഐഡിയാസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ചധികം പ്രോഡക്റ്റുകൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു ധാരണ കിട്ടും. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ചുറങ്ങാൻ ഒരു മരത്തണലായാലും മതി. അതിനും പറയുന്ന പേര് വീട് എന്ന് തന്നെയാണ്. പക്ഷേ നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെല്ലാം വ്യത്യസ്തമാണ്. അത്തരത്തിൽ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇറ്റ്സ് മീ സുനീർ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. നമുക്ക് വീടിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വീടിൻ്റെ പേര് തന്നെയാണ് കേട്ടോ, ഡാഫോഡിൽസ്. ഇത് നമ്മുടെ നാച്ചുറൽ സ്റ്റോണിൽ അടിപൊളിയായിട്ട് വൈറ്റ് സിയാൻസി കട്ടിൽ ആക്ലിക്കിലാണ് ആ ഒരു പേര് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഗേറ്റാണ് ഇവിടെ വരുന്നത്. രണ്ടും GIയിലും അതുപോലെ തന്നെ ഷെറാ ബോർഡിലുമാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 14 അടി വലിപ്പത്തിലാണ് അല്ലെങ്കിൽ നീളത്തിലാണ് ആ ഒരു ഗേറ്റ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നമ്മുടെ ഡോറിന് ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയ പെഡസ്ട്രൽ ഗേറ്റും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വോളിൻ്റെ ഡിസൈൻ വളരെയധികം സിമ്പിളാണ്. വീടിൻ്റെ അടുക്കൽ 100% ആ ഒരു നീതി പുലർത്തിയിരിക്കുന്ന ഡിസൈൻ തന്നെയാണ് നമ്മുടെ വോളിലേക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് കൂടുതൽ എക്സ്പെൻസീവ് അല്ല, മുകളിലെല്ലാം നമ്മുടെ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡോറ് തുറന്നിട്ട് അല്ലെങ്കിൽ GI ഗേറ്റ് തുറന്നിട്ട് അകത്തേക്ക് കയറാം. ഫ്രണ്ടിലായിട്ട് ഒരു 4 പീസ് സ്റ്റോൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ടോട്ടലി ഒരു ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇടാനുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്ലയൻറ്റിന് നല്ലൊരു പണി കിട്ടിയതാണ് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് വഴിയെ പറയാം. അപ്പം ഇവിടെ നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ട് ചെറിയൊരു ബോക്സ് പോലെ വെച്ചിട്ട് നമ്മുടെ പ്ലാന്റ് കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാർ പോർച്ച് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ കോൺക്രീറ്റിലല്ല, GI സ്ട്രക്ചറിൽ ചെയ്തിരിക്കുന്ന കാർ പോർച്ച്. നമുക്ക് സാധാരണ വരുന്ന ഒരു 4 മീറ്റർ മാത്രമാണ് ഇതിൻ്റെ മിറ്റം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളൂ. ഇവിടെ എല്ലാം ഒരു രസം എന്ന് പറഞ്ഞാൽ പ്ലാന്റ് തന്നെയാണ്. അതുപോലെ നമ്മൾ പുറത്ത് കണ്ട ആ ഒരു ക്ലാഡിങ്, ആ ഒരു നാച്ചുറൽ സ്റ്റോൺ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൽ അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. അപ്പം നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ വിശേഷങ്ങൾ പറയുവാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ അടിപൊളി ഒരു പ്ലാന്റ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതൊരു ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റാണ്. ഒരൊറ്റ പില്ലറിൽ ഏകദേശം ഒരു 1.8 ആണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഒരു 4 മീറ്റർ ലെങ്ത് ഉണ്ടാവും. ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ബോക്സ് ടൈപ്പ് പ്ലാന്റ് ഏരിയയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ കളർ എന്ന് പറയുന്ന ഒരു ലൈറ്റ് ബ്ലൂ ആണ്. അതുപോലെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം UPVC വിൻഡോസും സ്റ്റീൽ ഡോറുമാണ്. ഫ്രണ്ട് ഡോറും അത് തന്നെയാണ്. ഏകദേശം നല്ല വൈഡിൽ അല്ലെങ്കിൽ 4 അടി വലുപ്പത്തിൽ 1.2 മീറ്ററിൽ ചെയ്തിരിക്കുന്ന സ്റ്റീൽ ഡോർസാണ്. അപ്പോൾ ഡോറ് തുറന്നിട്ട് അകത്തേക്ക് കയറിയാൽ മനോഹരമായ കാഴ്ചയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ആദ്യം തന്നെ ഒരു L ഷേപ്പിൽ നമുക്ക് ആ സോഫ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹോളിലേക്ക് തന്നെ ചെറിയൊരു TV യൂണിറ്റ്. ഈ വീട്ടിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ് നമ്മൾ ഈ കാണുന്ന ഇതൊരു കോർട്ട്യാർഡെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ഈ നമ്മൾ പുറമേ കണ്ട ആ ഒരു വോൾ ക്ലാഡിങ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയൊരു പ്ലാന്റ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബുദ്ധൻ്റെ ചെറിയൊരു ശില്പം ഇവിടെ കാണാം. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണുന്നത് ഇവിടുത്തെ താഴെയുള്ള 2 ബെഡ്റൂമാണ്. ലെഫ്റ്റ് സൈഡിലാണ് മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ നോക്കിയാൽ നമ്മുടെ സ്റ്റെയർ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മുകളിലേക്കൊരു ലോഫ്റ്റ് ഏരിയ ആണ്. അതിൻ്റെ മുകളിലേക്ക് ഇവിടെ നിന്ന് സാധാരണ ഒരു ലാൻഡിങ് സ്പേസ് എന്ന് പറയില്ല, അതാണ്. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു 6ഓളം സ്റ്റെപ്പ് കയറിയിട്ടാണ് നമുക്ക് ടോപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കുക. ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റഡി ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും സ്പേസ് വേസ്റ്റ് ആക്കണമെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ തരാം കേട്ടോ. വാ,
അപ്പോൾ അതിനു മുമ്പ് നമുക്കിതിൻ്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം കാണാം. അപ്പം ഈ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റീൽ ഡോർസ് തന്നെയാണ്. ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് കുഞ്ഞ് സ്പേസിൽ ഏകദേശം ഒരു 12-11 സ്പേസിലേക്ക് മനോഹരമായിട്ട് തന്നെ ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബേ വിൻഡോ, അത് അത്യാവശ്യം ഒരാൾക്ക് ഇരിക്കുക മാത്രമല്ല അത്യാവശ്യം കിടക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ സ്റ്റോറേജ് സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ, ഒരു വുഡൻ ഇത് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇതും ജസ്റ്റ് UPVC വിൻഡോ ആണ്. അതിലേക്ക് മോസ്കിറ്റോ നെറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് വാർഡ്രോബ് കാണാം. ഇതും അലൂമിനിയത്തിലാണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബോട്ടം മുതൽ ടോപ്പ് വരെ ആ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ 2 ടേബിൾ, സൈഡ് ടേബിൾ, വിൻഡോസ് നമ്മുടെ ഹെഡ് പോർഷൻ കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റിലും റൈറ്റിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത് ബ്ലൈൻഡ്സ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റ്. ഈ ഒരു റൂമിൽ ജിപ്സം ചെയ്തിട്ടേ ഇല്ല, പക്ഷേ നമുക്ക് ആ ഒരു ജിപ്സം സീലിങ്ങിൻ്റെ ആ ഒരു ഫീല് കിട്ടും. ഇനി ഈ ഒരു ബെഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ബെഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഫിക്സറാണ്. ഇത് നമ്മുടെ വുഡണിൽ ചെയ്തിരിക്കുന്നതല്ല. ഈ താഴെ നമ്മൾ കോൺക്രീറ്റ് അല്ല, നമ്മുടെ തബൂക്ക് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ട് അതിൽ PVC ബോർഡ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്തൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള ആ ഒരു ഷാക്കെപ്സർ, ആ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഉയർത്താനായിട്ട് സാധിക്കും. ഇതിൻ്റെ താഴെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കിട്ടും. അതുപോലെ ഈ ഒരു റൂമിൽ വേറെ കളറോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ പുറത്ത് കണ്ട ആ ഒരു ബ്ലൂ തന്നെയാണ്. ഇവിടെ നമ്മുടെ വിനീർ ഉപയോഗിച്ചിട്ട് ഒരു ഹെഡ് ബോർഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെന്ന് പറയാം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ഈ ടോയ്ലറ്റ് ശരിക്കും ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു നേരത്തെ കണ്ട ആ സ്റ്റെയർ ഏരിയയുടെ താഴെയാണ് കേട്ടോ. ഇതിൻ്റെ പുറക് സൈഡിലും ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇത് അത്യാവശ്യം വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ കൃത്യമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു മുകളിലേക്ക് ഒരു ലോഫ്റ്റ് സെറ്റപ്പ് കിട്ടും, ഒരു സ്റ്റഡി ഏരിയ കിട്ടും. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ടോയ്ലറ്റ് ഉണ്ട്. നമുക്ക് ആ ഒരു റൂം കൂടി ജസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ താഴത്തെ 2ാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ്, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു നമ്മുടെ സൈത്തിൻ്റെ അമ്മ യൂസ് ചെയ്യുന്ന ഒരു റൂമാണ്. ഇവിടെയും ജസ്റ്റ് ആ ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വേസ്റ്റ് വന്ന തബൂക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു ഹൈഡ്രോളിക് സെറ്റപ്പ് തന്നെയാണ്. വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ ഈ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ യൂസ് ചെയ്യാം. നമ്മൾ അവിടെ കണ്ട ആ സ്റ്റെയറിൻ്റെ ബാക്കി ഭാഗം യൂസ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഇവിടെ കബോർഡ്സ് കാര്യങ്ങൾ വെച്ചിട്ടാണ്. അടിപൊളിയായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പുറകിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയും നമുക്ക് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കാണാം. ഇതെല്ലാം UPVC ആണ് കേട്ടോ. ഇതെല്ലാം അത്യാവശ്യം. ഈ റൂമിലേക്ക് ഒരു വാർഡ്രോബ് ഇല്ല, പകരം ആ സ്റ്റെയർ ഏരിയയുടെ താഴെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന സമയത്തും ആ ഒരു സ്റ്റെയറിൻ്റെ ഹാഫ് പോർഷൻ ഇവിടെ ടോയ്ലറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് മാക്സിമം സ്പേസ് നഷ്ടപ്പെടാതെ വളരെ വൃത്തിയായിട്ട് തന്നെ ഈ ഒരു ബിൽഡിങ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഹോളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഡൈനിങ് പോർഷനാണ്. അതായത് ഹോള് കഴിഞ്ഞിട്ട് അടുത്തത് ഡൈനിങ് പോർഷൻ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് ഒരു 3 സിംഗിൾ ചെയർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് ഒരു ബെഞ്ച് കൺസെപ്റ്റിലാണ് ആ ഒരു ഡൈനിങ് ടേബിൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് പുറകുവശത്തേക്ക് മനോഹരമായി ഓപ്പൺ കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചനാണ്. വളരെ സിമ്പിളല്ലേ? അപ്പം ഈ കിച്ചൺ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് അലൂമിനിയത്തിലാണ്. UV ബോർഡ് വെച്ചിട്ടാണ്. അത്യാവശ്യം നല്ല സോഫ്റ്റ് സ്ലൈഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നമ്മുടെ ഗാലക്സി ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതെല്ലാം UPVC സ്ലൈഡിങ് വിൻഡോസ് ആണ്. ഇപ്പം നമ്മുടെ പല പ്രോജക്റ്റുകളിലും ഈ ഒരു വിൻഡോയുടെ ഹൈറ്റ് നമ്മൾ കുറച്ചും കൂടി കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചാലുള്ള നമ്മുടെ ഉപയോഗം എന്ന് പറയുന്നത് ഈ ഒരു വിൻഡോ ഈ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ കബോർഡ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം പൊക്കം കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് നമ്മുടെ ഒരു വാഷിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ അലൂമിനിയം സ്ട്രക്ചറിൽ മുകളിൽ നമ്മുടെ ഗ്രാനൈറ്റ് വെച്ചിട്ട് കൗണ്ടർ ടോപ്പ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ, നമുക്ക് പകൽ സമയങ്ങളിൽ ലൈറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴത്തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഫാന് കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്കും കൂളിംഗ് ആണ്. കൃത്യമായിട്ട് ക്രോസ് വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്, അതായത് ഞാൻ നിൽക്കുന്ന ഈ ഒരു സൈഡിലേക്ക് ഇത് UPVC സ്ലൈഡിങ് വിൻഡോ ആണ്.
ഇതിൽ പലപ്പോഴും നമ്മളിതിൻ്റെ സേഫ്റ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പറയും. ഇതിൻ്റെ കാര്യമൊന്നുമില്ല. ഒരാൾ മോഷ്ടിക്കാൻ വരുന്ന ഒരാൾ എന്തായാലും അകത്തേക്ക് കയറും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ ഡിസൈനിൽ. അങ്ങനെ സ്ലൈഡിങ് വിൻഡോ ഒക്കെ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി തൊട്ട് ചേർന്ന് ഇപ്പുറത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വർക്ക് ഏരിയ ആണ്. വളരെ കുറച്ചും കൂടി ഹെവി ആയിട്ടാണ്, അതായത് നമ്മുടെ മെയിൻ കിച്ചണേക്കാളും കുറച്ചുകൂടി വലിപ്പത്തിൽ നമുക്ക് ഒരു യു ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഇതിൽ പൂർണ്ണമായിട്ടും ഗ്രേ കളറിൽ അലൂമിനിയം വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ജി പ്രൊഫൈലാണ്, ഒരു റോസ് ഗോൾഡ് എന്നൊക്കെ പറയാൻ പറ്റും. ആ ഒരു തരത്തിലുള്ള ജി പ്രൊഫൈൽ വെച്ച് ചെയ്തിട്ടുണ്ട്. ടോപ്പിൽ പൂർണ്ണമായിട്ടും വൈറ്റിൽ കബോർഡ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പുറക് സൈഡിലും സ്റ്റീൽ വിൻഡോസ് കാര്യങ്ങളാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു വീട്ടിലേക്ക് ഇത്രത്തോളം ലൈറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളത് രസകരമായ ഒരു ആൻസറുണ്ട്. ഇവിടുത്തെ ഒരു സ്റ്റെപ്പിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം കൊമേഴ്ഷ്യൽ സ്പേസിലാണ് സാധാരണ ഇത്രയും വൈഡായിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ കൊടുക്കുക. ഇപ്പോൾ വീടുകളിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏകദേശം 1.2 മീറ്റർ എബോ ഉണ്ട് ഈ ഒരു സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റെപ്പ് ടൈൽസ് വെച്ചിട്ടാണ്. ഇത് ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റ് ഏകദേശം 100 എബോ ആണ് വരിക. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ് റെയിൽ നമ്മുടെ ജിയുടെ ഒരു 3/4 ഇഞ്ച് പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുക. നേരത്തെ നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇതിൻ്റെ താഴെ കാണുന്നത് 2 ടോയ്ലറ്റുകളാണ്. ഇനി മുകളിലേക്ക് വരാം. സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ലാൻഡിങ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലോഫ്റ്റ് കൺസെപ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ താഴെയാണ് ആ ഒരു 2 ടോയ്ലറ്റ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ സൈറ്റിൻ്റെ മുകളുടെ സ്റ്റഡി ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റഡി ഏരിയയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ നമ്മൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റഡി റൂം ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ പിന്നീട് അവരവിടെ എന്താണ് ചെയ്യുന്നത് നമുക്കറിയില്ല, അല്ലെങ്കിൽ നമുക്ക് അവരെ ഒന്ന് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ വീടിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും ആ കുട്ടി പഠിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് വരുന്ന സമയത്ത് GI സ്ട്രക്ചറിലാണ് ബാക്കി ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട സ്റ്റെയർ കോൺക്രീറ്റിലാണെങ്കിൽ ഇതിൽ GI സ്ട്രക്ചറിൽ നമ്മുടെ ടീക്കുഡ് വെച്ചിട്ടാണ് ഇവിടെ ഉള്ള സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർക്കിംഗ് സ്പേസ് ആണ്, അല്ലെങ്കിൽ ലൈബ്രറി സ്പേസ് എന്നൊക്കെ പറയാം. ഈ ഒരു വീട്ടിലേക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ, അങ്ങനെ തന്നെ പറഞ്ഞത്, അത്യാവശ്യത്തിൽ കൂടുതൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഒരു കാരണം നമ്മൾ ഈ മുകളിൽ കാണുന്ന ഈ ഒരു പർഗോളാസ് ആണ്. നമ്മൾ സാധാരണ പർഗോളാസ് ചെയ്യും, അതിലേക്ക് ടഫണ്ട് ഗ്ലാസ് കാര്യങ്ങളെല്ലാം ഇടും. പക്ഷേ അങ്ങനെ ഇടുന്ന സമയത്ത് നമ്മുടെ വെളിച്ചത്തിനോടൊപ്പം തന്നെ ചൂടും വരും. പക്ഷേ ഇവിടെ അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ UV പ്രൊട്ടക്റ്റഡ് സാൻഡ്വിച്ച് ഗ്ലാസ്സുകളാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ലൈറ്റ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. നമ്മുടെ ഹീറ്റ് പ്രൂഫാണ്. ചൂട് വളരെയധികം കുറഞ്ഞിട്ടാണ്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ആ ലൈറ്റ് നിൽക്കുന്ന ആ ഒരു പോർഷനിലാണ് നിൽക്കുന്നത്. ശരിക്കും ചെറിയ രീതിയിൽ ചൂടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ നോർമൽ ഗ്ലാസ്സിൽ നിന്ന് വരുന്ന ആ ഒരു ചൂട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇവിടെ ഒരു ഡബിൾ ഹൈറ്റ് സെറ്റപ്പാണ്. അതും ഭയങ്കര ഒരു ഫീൽ തന്നെ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ CNC കട്ടിങ്ങിൽ കുറേ അധികം ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടോപ്പിലേക്ക് വരുന്ന സമയത്തും നമ്മുടെ 4x2 GVT ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ സ്പേസർ ഇട്ടിട്ട് എപ്പോക്സി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പിലേക്ക് അത് നമ്മുടെ പേപ്പർ ജോയിൻറ്റ് പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലായിട്ടുള്ളതൊരു ഗസ്റ്റ് ബെഡ്റൂമാണ്. ഇതും സ്റ്റീൽ ഡോർസ് തന്നെയാണ്. ഇവിടെയും ഈ പറഞ്ഞ കണക്ക് 4x2 ടൈല് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലൈറ്റാണ്. ഈ ഒരു സൈഡിലേക്ക് ഒരൊറ്റ 3 പാളി വിൻഡോസാണ് വളരെ വൈഡായിട്ടുള്ളത്. അതുപോലെ തന്നെ ബേ വിൻഡോ ആണ്. താഴെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ അലൂമിനിയം UV ബോർഡിലാണ് ആ ഒരു കബോർഡ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇതൊരു ഗസ്റ്റ് റൂം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ വളരെ രസകരമായിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ താഴെ നിന്നൊക്കെ കണ്ട ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ഓപ്പൺ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഗസ്റ്റ് ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. ശരിക്കും നമുക്ക് ഇവിടെ വരുന്ന ഒരു ഗസ്റ്റും താഴെ ഇരിക്കുന്ന നമ്മുടെ ഹൗസ് ഓണറുമായിട്ടൊക്കെ എപ്പോഴും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ഇനി പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബ്ലൈൻഡ്സ് വെച്ചിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയും അതുപോലെ തന്നെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതായത് മാക്സിമം നമ്മുടെ എക്സ്റ്റീരിയറിൽ വരുന്ന ആ ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. UPVC അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പുറത്തുനിന്ന് നല്ല രീതിയിൽ നമ്മുടെ നാച്ചുറൽ ലൈറ്റ്സ്, അതുപോലെ തന്നെ നല്ല എയർ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീട്ടിനകത്തേക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഏകദേശം 1300 സ്ക്വയർ ഫീറ്റിൽ ഇൻറ്റീരിയർ ഉൾപ്പെടെ ചെയ്തു തീർത്ത മനോഹരമായൊരു വീടിൻ്റെ ഹോം ടൂറാണ് നിങ്ങൾ കണ്ടത്. ഇനി ഈ ഒരു വീട് ചെയ്ത സമയത്ത് ക്ലയൻറ്റിന് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അത് പുള്ളി നമ്മളടുത്ത് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതായത് ഒരു വീട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പം കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇത്തരം കുഞ്ഞു കുഞ്ഞു അറിവുകളാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബിൽഡിങ്ങിൻ്റെ ഡ്രോയിങ് അതുപോലെ തന്നെ കൺസൾട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ വീണ്ടും മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.